അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. ആദ്യം എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ വിഷയത്തിന്റെ പ്രശ്നം വെച്ചാല് ഇപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെ എന്താ പറഞ്ഞത്? ഈശോ എന്താ പറഞ്ഞത്? പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം കടന്നു പോകട്ടെ എന്ന് പറഞ്ഞിട്ട് അവസാനമാണ് ചേർത്തിരിക്കുന്നത്. എന്താണ് ചേർത്തിരിക്കുന്നത്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമെന്നാണ്. പക്ഷേ ഈശോ ഇപ്പോൾ പഠിപ്പിച്ചിരിക്കണത് എന്താണ്? അത് അവസാനം ചേർക്കാനുള്ളതല്ല, പിതാവിൻ്റെ കണ്ടന്റ് ആദ്യമേ ചേർത്ത് വിടണമെന്ന്. മനസ്സിലായില്ലേ? പിതാവിൻ്റെ കണ്ടന്റ്, പിതാവ് ആകർഷിക്കുന്ന കണ്ടന്റ്, എൻ്റെ പിതാവിനെ ആകർഷിക്കാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. ഇപ്പം പിതാവ് ആകർഷിക്കുന്ന കണ്ടന്റ് പ്രാർത്ഥനയുടെ അവസാനം ചേർക്കാനുള്ളതല്ല, പിന്നെന്ത് ചെയ്യണം? ആദ്യമേ ചേർത്ത് വിടണം. അതാണ് മത്തായി 6:33. അതാണ് ആദ്യമേ ചേർക്കണം. ആദ്യം എനിക്ക് തോന്നുന്നത് അതാണ് കുറച്ചുകൂടി വെൽത്തി എന്ന് തോന്നണം. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു മോളെന്നോട് അച്ഛാ ഒരു പയ്യനുമായിട്ട് കണക്റ്റഡാണ് എന്ന് പറഞ്ഞ്. പക്ഷേ എനിക്ക് അയാൾക്ക് നാട്ടിൽ ജീവിക്കണം എന്നാണ് പറയുന്നത്. എനിക്ക് യൂറോപ്പിൽ പോകണമെന്നാണ്. ഞാൻ പഠിച്ചാലേ പിന്നെ ഞാൻ പഠിച്ചൊക്കെ വെള്ളത്തിലാകും. അപ്പോൾ അച്ഛൻ എന്ത് പറയണമെന്ന് പറയും. അപ്പോൾ എനിക്ക് ഞാൻ എന്ത് പറയണമെന്ന് ചോദിക്കുന്നത് ഒരു യൂസ്ലെസ് ക്വസ്റ്റ്യനാണ് ശരിക്കും പറഞ്ഞാൽ. എന്നാലും അതിൻ്റെ അർത്ഥം അവളെ അത്ര റിലേഷനിലല്ല. ഞാൻ ചോദിച്ചു, നീ എന്നോട് സീരിയസ് ആയിട്ടാണ് ചോദിക്കണമെന്ന് ചോദിച്ചു. സീരിയസ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ സീരിയസ് ആണെന്ന് പറഞ്ഞു. സീരിയസ് ആണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, സീരിയസ് ആണെങ്കിൽ പിന്നെ ഉത്തരം തീർന്നില്ല. അങ്ങനെ ഒരു ചോദ്യത്തിന് ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ നിന്റെ വഴിക്ക് പോകാമല്ലോ. എനിക്ക് പിന്നെ എന്താ പ്രശ്നം? പിന്നെ എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം ചാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നീ അവൻ്റെ കൂടെ കെട്ടി ഇവിടെ പുറക്കേണ്ടി വരും. അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നീ തന്നെ നിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാൻ മെസ്സേജ് എടുക്കേണ്ട കാര്യമില്ല. എൻ്റെ വിഷയത്തിന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വിഷയം എടുക്കുമ്പോഴും നമ്മൾ അവിടെ ആദ്യമേ, ഞാൻ എപ്പോഴും നിങ്ങളോട് എന്തുകൊണ്ടാണ് മിനിമം പരിശുദ്ധാത്മയെ കുറിച്ച് പറയണത്? മിനിമം പരിശുദ്ധാത്മ. അപ്പം നിങ്ങളെ ഇപ്പം നോൺ ക്രിസ്ത്യൻസൊക്കെ ഇതിനകത്ത് ഒത്തിരി പേരിരിപ്പുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുക അച്ഛൻ ക്രിസ്ത്യൻസിനെ കുറിച്ച് സംസാരിക്കണം. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ വിശുദ്ധിയോടുകൂടി ഈ ക്രിസ്തുവിനെ നാഥൻ രക്ഷകനോ ഏറ്റി പറഞ്ഞുകൊണ്ട് പ്രേയറിലാണ് നിങ്ങൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കും. പക്ഷെ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ എപ്പോഴും ഓർക്കുമ്പോൾ ദൈവത്തെ ഭൗതിക ആനുകൂല്യങ്ങൾ അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ഒരു യന്ത്രമായിട്ട് നമ്മൾ കാണരുത്. അങ്ങനെ വരുമ്പോൾ വിഷയമുണ്ടാവും. കാര്യം ഇത് കഴിഞ്ഞ് എന്ത് എന്നുള്ളതാണ് ദൈവദൃശ്യത്തിന് നിങ്ങൾ പറയേണ്ട സത്യവാങ്മൂലം. ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവത്തിനൊരു സത്യവാങ്മൂലം എഴുതി കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇത് കഴിഞ്ഞ് എന്തെന്ന് നിങ്ങൾ എഴുതി കൊടുത്തില്ലെങ്കിലും അതൊരു കോപ്പിയായിട്ട് ദൈവത്തിൻ്റെ ദൃശ്യനിധി ഉണ്ടാവും. അത് അവിടെയാണ് ഈ പണി നടക്കാൻ പോണത്. പ്രാർത്ഥനയുടെ വ്യക്തി ഇപ്പോഴത്തെ പ്രാർത്ഥനാക്കാലം കഴിഞ്ഞ് വസ്തു വിറ്റ് കഴിഞ്ഞ് മകളെ കെട്ടിച്ച് കഴിഞ്ഞ് നീ സ്നേഹിക്കുന്ന ആളെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് വീട് വെച്ച് കഴിഞ്ഞ് നീ പിന്നെ എന്ത് ചെയ്യും? പിന്നെ എന്താണ് നീ? അതേക്കുറിച്ച് സത്യവാങ്മൂലം എഴുതി കൊടുക്കണം. അതാണ് വിഷയം. അവിടെ വെച്ച് ബബബ ജപ എന്ന് പറയും. എന്താ കാര്യം? സത്യവാങ്മൂലത്ത് മുഴുവൻ പിശാചിൻ്റെ കാര്യമായിരിക്കും എഴുതണത്. പിന്നെ നീ കൊണ്ട് ദൈവത്തിന് നീ ഉടമ്പടിക്കാലത്തിന് ശേഷം ബാക്കിയുള്ള നിൻ്റെ ജീവിതത്തെക്കുറിച്ച് സത്യവാങ്മൂലം എഴുതി കൊടുക്കുകയാണെങ്കിൽ സംഗതി എളുപ്പം നടക്കും. ഇപ്പം ഇവിടുത്തെ അരക്കൈ നൂലിൻ്റെ പെസകെന്ന് പറഞ്ഞാൽ എന്താണ്?
ഇതെല്ലാം നേടിയതിന് ശേഷം നിൻ്റെ ഒരു നിപ്പ് ദൈവത്തിന് അറിയാം. ദൈവമായിട്ടൊരു ബന്ധവും ഇല്ലാത്തൊരു നിപ്പായിരിക്കും. അതുകൊണ്ട് നേരത്തെ ഒരു സത്യവാങ്മൂലം എഴുതി കൊടുക്കുകയാണെങ്കിൽ, കർത്താവെ അങ്ങനെ അനുഗ്രഹിച്ച് ഈ കണ്ണീരിൻ്റെ കാലത്ത് എന്നെ കരകയറ്റി വിട്ടാ ഞാൻ പിന്നെ നിന്നെ പിരിയത്തില്ല. അതാണ് വിഷയം. ഒന്ന് ശ്രുതിക്കട്ടെ മക്കളെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാക്ഷികളിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാക്ഷി, അതായത് ഈ റീന നിലമ്പൂരിൻ്റെ സാക്ഷി ഉണ്ടല്ലോ, റീന നിലമ്പൂരിൻ്റെ വിഷയം എന്ന് പറഞ്ഞത് ഒരു മകനാണ് വിഷയം. അമ്മയും മകനും അപ്പം മകൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഇവർക്ക് വല്ലാത്തൊരു സ്വാധീനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ നിർത്തിക്കൊണ്ടാണ് ഈ മകൻ്റെ ജീവിതം ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അമ്മയും ദൈവവും തമ്മിലുള്ള നല്ല ബന്ധമുണ്ടെന്ന് മകന് ബോധ്യമാണ്. ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീന നിലമ്പൂരിൻ്റെ മകൻ്റെ സാക്ഷ്യം, അവർ അമ്മയും മകനും കൂടിയാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അവനൊരു എന്തോ ഒരു ബിടെക് എൻജിനീയറാണ്. ആ ബിടെക് എൻജിനീയർ ആണെങ്കിൽ അവൻ ഹോസ്റ്റലിലേക്ക് പോയി പഠിച്ച് അവൻ്റെ വയറൊക്കെ പോയായിരുന്നു. ഹോസ്റ്റലിൽ പഠിക്കാൻ പോയിട്ട് അവിടുത്തെ ഭക്ഷണം കിട്ടാൻ എനിക്കറിയാമല്ല. നമ്മുടെ വീട്ടിൽ അമ്മമാർ കൊടുക്കുന്ന ഭക്ഷണം ലോകത്ത് എൻ്റെ അമ്മ മരിച്ചിട്ട് പിന്നെ എൻ്റെ ഭക്ഷണം മരിച്ചുപോയി. ഇന്ന് വരെ ഞാൻ പിന്നെ ഭക്ഷണം പിന്നെ കഴിക്കേണ്ട ജീവിക്കാൻ വേണ്ടിയൊക്കെ ഒന്നുമില്ല. അത്രയും അമ്മ ചമ്മന്തി അരച്ച് തന്നാൽ പോയി ഞാൻ അമ്മയുടെ കൈവ് നക്കുമായിരുന്നു 5ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന കാലത്ത് വരെ. അതാണ് അമ്മ. എന്നിട്ട് അമ്മ തന്നെ, വേറെ തന്നെ പകരമില്ല. അപ്പോൾ ഇതുവരെ ഹോസ്റ്റലിൽ പഠിക്കണത് തന്നെ അത് തന്നെ ഒരു ടോർച്ചറിങ്ങാണ് ശരിക്കും. പിന്നെ അവിടുത്തെ ഹോസ്റ്റലിലെ ജീവിതമൊക്കെ എന്ന് പറയുമ്പോൾ ഇവന് അൾസറായിപ്പോയി അവസാനം. അൾസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം മക്കളെ നോക്കി നിൽക്കുന്ന അമ്മമാർ ഈ കോലം കെട്ട് വരുമ്പോൾ അവർ സഹിക്കത്തില്ല. അത്രയ്ക്ക് പ്രശ്നമാണ്. അപ്പോൾ ഇത് വലിയൊരു വിഷയമാണ്. പക്ഷെ പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല. കേരളത്തിൽ പോയി പുറത്ത് പോയി പഠിക്കുകയാണ്. ഇവനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് അറ്റൻഡൻസും ഇല്ല. എന്താ ഭക്ഷണം എപ്പോഴും ഇങ്ങനെ പൊടിച്ചത് കെട്ടലും ഛർദിലും പനിയൊക്കെ ആയിട്ട് എല്ലാ അറ്റൻഡൻസും പോയിരിക്കുകയാണ്. കൊളാപ്സായി, പഠനജീവിതം കൊളാപ്സായപ്പോഴും അമ്മ എന്നിട്ടും വിശ്വാസം കളയാതിരിക്കുന്ന കാരണം ഇവൻ റിലേ ചെയ്തിരിക്കുന്ന മുഴുവൻ അമ്മയുടെ വിശ്വാസത്തിലാണ്. എന്താ കാര്യം? അമ്മ പറഞ്ഞ ദൈവം എപ്പോഴായാലും ഇതിന് മറുപടി ഉണ്ടാകുമെന്ന് മക്കൾ അങ്ങനെ വിശ്വസിക്കണം ശരിക്കും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയായിരുന്നു സാക്ഷ്യം കേട്ടപ്പോൾ. ദൈവമായിട്ട് അമ്മയ്ക്ക് ബന്ധമുണ്ടെന്ന് മക്കൾക്ക് പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല ജീവിതം കൊണ്ട് മനസ്സിലാകണം. കാര്യം അവരൊക്കെ നല്ലവണ്ണം നിങ്ങളെക്കാൾ പഠിച്ച മക്കളാണ്. നിങ്ങളെക്കാൾ പഠിച്ച മക്കളാണ്, ചിന്തിച്ച മക്കളാണ്. നമ്മൾ വളർന്നു വന്ന കാലമല്ല ഇത്. 10 എടുത്ത് 5 നിരീശ്വരവാദികളാണ് ലോകത്തുള്ളത്. കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മുഴുവനും നിരീശ്വരവാദികളാണ്. പ്രൊഫസർമാരായിട്ട് വന്ന പകുതി 10-20% മാത്രമേ വിശ്വാസികളുണ്ടെന്ന് പറഞ്ഞാലും അവിടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ വിശ്വാസിയാണ് അവിശ്വാസിയാണ് നമുക്കറിയത്തില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷൻ പിടിച്ചൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കൾ വളർന്നു വരേണ്ടത്. പിന്നെ ദിശാബോധം കൊടുക്കാനുള്ളത് അമ്മയും അപ്പനുമാണ്. പക്ഷെ അമ്മയുടെ റോളെന്ന് പറയുന്നത് ഈ കാലത്ത് ഭയങ്കര വലിയ റോളാണ്. അതുകൊണ്ട് തന്നെ അമ്മയെ നിങ്ങളുടെ പുരുഷന്മാരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ മക്കളെ പോറ്റാനുള്ള സ്ത്രീയെ നിങ്ങൾ സൃഷ്ടിക്കുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ 10 വട്ടം നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ജനിപ്പിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കാനുള്ള നിങ്ങൾ ജനിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട സ്ത്രീകളെക്കുറിച്ച് നിങ്ങൾക്കൊരു നല്ല പ്രാർത്ഥന ഉണ്ടാകണം. റീന നിലമ്പൂർ പറയുന്ന ഒരു സത്യമുണ്ട്. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കർത്താവിനോട് ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. എന്താണ്? എൻ്റെ തലമുറകൾക്കപ്പുറത്തും അവർ കർത്താവിൽ വിശ്വസിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ ആൾക്കാരൊക്കെയാണ് വന്ന് ഉടമ്പടി എടുത്തിരിക്കുന്നത്. എന്താ പറയുന്നത്? ഞാൻ കർത്താവിനോട് ചോദിച്ച ഒരേ കാര്യമേ ഉള്ളൂ. എൻ്റെ മകൻ മാത്രമല്ല, അവൻ്റെ മകനും മകൻ്റെ മകനും മകളുടെ മക്കളും മക്കളുടെ മക്കളും തലമുറകൾക്കപ്പുറത്തും അവർ കർത്താവിൻ്റെ വിശ്വാസികളായിരിക്കണമെന്ന്. ശ്രുതികട ഹല്ലേലൂയ.
ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കോ ഒരായിരം നന്ദി. എൻ്റെ പേര് ജോസ്ന ബാബു എന്നാണ്. പാല എടപ്പാടി പറഞ്ഞാനോ അടുത്ത എടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ വരുന്നത്. ഞാൻ +2 കഴിഞ്ഞ് ജർമ്മൻ പഠിക്കാൻ പോയി. 2 വർഷം ജർമ്മൻ്റെ പുറകെയായിരുന്നു. ആദ്യമേ ഒരു എക്സാം എഴുതി, അത് കൊൽക്കട്ടയിലാണ് പോയി എക്സാം എഴുതിയത്. ഫസ്റ്റ് അറ്റംപ്റ്റ് 2 കിട്ടി. അന്നേരം ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി എക്സാം എഴുതി, അത് ഭാഗ്യം 2 കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ കഴിവ് കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ 2 തവണ പോയി എക്സാം എഴുതി. ആ 2 എക്സാമും നന്നായിട്ട് പൊട്ടി, വലിയ മാർക്കൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നു, നീ പോയി ഉടമ്പടി എടുക്ക്, ശരിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. ആദ്യമേ ഒരു തവണ ഞാനിവിടെ വന്നപ്പോൾ അങ്ങനെ ഉടമ്പടി എടുത്തില്ല, ഉടമ്പടി എടുക്കാതെ തിരിച്ചു പോയി. രണ്ടാമത് ഉടമ്പടി എടുക്കാൻ തന്നെ വന്നു. ഭയങ്കര തടസ്സങ്ങളൊക്കെ ആയിരുന്നു. ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴ, അപ്പോൾ ഇന്ന് പോകണ്ടെന്നൊക്കെ തീരുമാനിച്ച് ഭയങ്കര തടസ്സങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വരുന്ന പകുതി എത്തിയപ്പോഴത്തേനും മഴവിലൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ മഴവിലിൻ്റെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടപ്പോഴത്തേനും എൻ്റെ കസിൻ ഒരാൾ ആൻറ്റി ഇങ്ങനെ ഉടമ്പടിയൊക്കെ എടുത്തിട്ട് ആളിപ്പോൾ ഇസ്രായേലാണ്. അപ്പോൾ ആ ആൻറ്റി എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി ഉണ്ടോ, ഇത് ഭയങ്കര എന്തോ സാക്ഷ്യമാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ബൈബിളിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം മഴവിലൊക്കെ കണ്ടു, ആയിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഓക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇവിടുന്ന് പോയി. അത് കഴിഞ്ഞ് അന്നേരം ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴത്തേനും ഒരു എക്സാം എഴുതിയിട്ടാണ് വന്നത്. 2 മൊഡ്യൂൾ എഴുതിയിട്ടാണ് വന്നത്. അപ്പോൾ അതിൽ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും 1 കിട്ടി. അത് കഷ്ടിച്ച് ജയിച്ചു എന്നുള്ളൂ. പക്ഷെ 1 കിട്ടിയില്ല. അത് കഴിഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ എക്സാമിന് കയറുന്നതിന് മുന്നേ 2-3 തവണയെങ്കിലും ചൊല്ലി. പിന്നെ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. എക്സാമിന് കയറിയപ്പോൾ അവർ പറഞ്ഞു, കൊന്തയൊന്നും പറ്റത്തില്ല, എല്ലാം മാറ്റണമെന്ന് പറഞ്ഞു. ഞാൻ രണ്ടും കൽപ്പിച്ച് കാശ് രൂപം കൈ പിടിച്ചുകൊണ്ടാണ് പോയത്. അത് ഇങ്ങോട്ട് അവർ കണ്ടില്ല. അതല്ലെങ്കിൽ അവർ അതും മാറ്റാൻ പറഞ്ഞേനെ. കാരണം നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും അവർ മാറ്റിച്ചു, വാച്ച് വരെ ഊരി വെപ്പിച്ചു. അങ്ങനെയൊക്കെയായിരുന്നു. അത് കഴിഞ്ഞ് ആ ലാസ്റ്റ് എക്സാം എഴുതിയ സമയത്ത് എൻ്റെ ദേഹത്തോടെ എന്തോ ഭയങ്കര തണുപ്പൊക്കെ കയറിപ്പോകുന്ന പോലെയൊക്കെ ആയിരുന്നു. എനിക്ക് എക്സാം ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ കൈ മൊത്തം വേർക്കും, ഭയങ്കരമായിട്ട് വിറയ്ക്കും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ എക്സാമിൻ്റെ സമയത്ത് യാതൊരു കുഴപ്പമില്ലായിരുന്നു. ഭയങ്കര തണുപ്പ് പോലെ ഒരാൾ എൻ്റെ പുറകെ ഇരുന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിപ്പിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട്. എന്നിട്ട് എനിക്കിപ്പോൾ അറിയാത്ത ക്വസ്റ്റ്യൻ ആയത് പോലും ഞാൻ ആ സമയത്ത് മൊത്തം വിശ്വാസപ്രമാണം ചെല്ലുക. അപ്പോഴത്തേനും എനിക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ പറഞ്ഞു തരുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തിട്ട് ഞാൻ എന്നിട്ട് എക്സാം കഴിഞ്ഞ് ഇറങ്ങി. ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു ഞാൻ ഈ എക്സാം പാസ്സാവുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്നു. അപ്പോൾ അപ്പം ചോദിച്ചു, എക്സാം ജയിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് കിട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് റിസൾട്ട് വന്നപ്പം ബാക്കി എല്ലാ വിഷയത്തിനേക്കാളും മാർക്ക് ആ സബ്ജക്റ്റിനായിരുന്നു. 5ാമത്തെ തവണ ഞാൻ ആ 2 വിഷയം തന്നെ 4 തവണ ഞാൻ എഴുതി. 4ാമത്തെ തവണയാണ് ആ 2 വിഷയം കിട്ടുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ അത് ആദ്യത്തെ ഉടമ്പടിയിലായിരുന്നു അതെല്ലാം നടന്നത്. അത് കഴിഞ്ഞ് ഉടമ്പടി പുതുക്കാറായി. അങ്ങനെ ആദ്യത്തെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞ സമയത്ത് ഇൻ്റർവ്യൂ ഇങ്ങനെ പ്രോസസ്സിങ് ആകെ കൺഫ്യൂഷനായി കിടക്കും. അപ്പോൾ ആരുടെ അടുത്ത് കൊടുക്കും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ 2ാമത്തെ ഉടമ്പടി എടുത്തു. ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ശരിയായി. എന്നിട്ട് അവിടുത്തെ അച്ഛൻ പറഞ്ഞു, നിനക്ക് അടുത്ത ആഴ്ച ഇൻ്റർവ്യൂയുടെ ഡേറ്റ് എടുത്ത് തന്നേക്കുക, നീ നന്നായി പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇൻ്റർവ്യൂവിനും എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. കുറേ ക്വസ്റ്റ്യൻ ഞാൻ എല്ലാം റെഫർ ചെയ്ത് പഠിച്ചു. പക്ഷേ അതൊന്നും ഇൻ്റർവ്യൂവിന് ചോദിച്ചില്ല. ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ എൻ്റെ കാല് വിറയ്ക്കും ഞാൻ പറഞ്ഞില്ലേ. എന്നിട്ട് ഞാനാണെങ്കിൽ ഒരു പാത്രത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിന്ന് ഉപ്പ് ഞാൻ ഇട്ടു, കാല് വിറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇൻ്റർവ്യൂവിന് മുന്നേ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കുറേ ചൊല്ലി മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇൻ്റർവ്യൂയുടെ സമയത്ത് അവിടെ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇൻ്റർവ്യൂവിന് കയറി. ഞാൻ പഠിച്ച ഒരു ക്വസ്റ്റ്യനും ആ സാർ എന്നോട് ചോദിച്ചില്ല. കൂട്ടുകാർ 4 പേരുണ്ടായിരുന്നു. അതിൽ 2 പേരെ സെലക്ട് ആയുള്ളൂ. അതിലൊരാൾ ഞാനാണ്. പിന്നെ അത് കഴിഞ്ഞ് ആ ഇൻ്റർവ്യൂ എനിക്ക് ശരിക്കും കിട്ടേണ്ടതല്ല. ഞാൻ 3 സെൻറ്റൻസേ പറഞ്ഞുള്ളൂ. എന്നെക്കാളും കൂടുതൽ പറഞ്ഞവർ എൻ്റെ കൂട്ടുകാരായിരുന്നു. കുറേ അവർ പറഞ്ഞു, പക്ഷേ എനിക്കൊന്നും അത്രയും പറയാനും ഇല്ലായിരുന്നു. 3 സെൻറ്റൻസാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു, അത് പാസ്സായി, സന്തോഷമായി.
അത് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും എനിക്ക് മെയിൽ വന്നേക്കുക ഒരു ഇൻ്റർവ്യൂ കൂടെ ഉണ്ടെന്ന്. വേറെ ആർക്കും ഇല്ല, എനിക്ക് മാത്രം ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് മെയിൽ വന്നേക്കുക. ഓക്കെ, ഞാൻ ദൈവത്തോട് മാധവനോട് ചോദിച്ചു, ഞാൻ എന്നാ ചെയ്യും, ഒരു ഇൻ്റർവ്യൂടെ ഒരെണ്ണം തന്നെ പാസ്സായത് അങ്ങയുടെ കൃപ കൊണ്ടാണ്. ഇതിപ്പോൾ ഈ ഇൻ്റർവ്യൂ ഞാൻ എങ്ങനെ പാസ്സാവുമെന്ന് എനിക്കറിയില്ല. അപ്പം വീണ്ടും ഞാൻ പഴയ പോലെ തന്നെ പഠിച്ചു, റെഫർ ചെയ്ത് ഓരോ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് പഠിച്ചു. വീണ്ടും ഒരു ക്വസ്റ്റ്യനും ഞാൻ പഠിച്ച പോലെ വന്നില്ല. ആ സാറ് എന്നോട് വേറെ എന്തൊക്കെയൊക്കെയാണ് ചോദിച്ചത്. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിന്നെയും ആ ഇൻ്റർവ്യൂ പാസ്സായി. അത് കഴിഞ്ഞ് വിസയ്ക്ക് വേണ്ടിയിട്ട് ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞു കുറഞ്ഞ ചിലവിൽ എവിടെയെങ്കിലും വിസ പ്രോസസ്സിങ് ചെയ്യുന്ന ആളെ എനിക്ക് കാണിച്ചു തരണേന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ 15,000 രൂപ കൊടുത്ത് ചെയ്യുന്ന ഒരാളെ കൊണ്ടുവന്നു. ബാക്കി എൻ്റെ കുറേ കൂട്ടുകാർ ചെയ്യാൻ കൊടുത്ത 30,000 രൂപയ്ക്കാണ്. പക്ഷേ എൻ്റെ മാതാവ് എനിക്ക് കനിഞ്ഞു തന്ന് 15,000 രൂപയ്ക്ക് എനിക്കത് ചെയ്യാൻ പറ്റി. എൻ്റെ കൂട്ടത്തിൽ ആദ്യമേ വിസ വന്നത് എനിക്കാണ്. കുറേ പേർക്ക് വിസ താമസം വന്നത്. പക്ഷേ എൻ്റെ ആ ഗ്രൂപ്പിലെ എനിക്ക് ആദ്യമേ വിസ കൊണ്ട് തന്നു. ഞാൻ ഫെബ്രുവരി 5-നാണ് വിസയ്ക്ക് കൊണ്ട് വെക്കുന്നത്. വിസയ്ക്ക് വെക്കുന്നതിന് മുന്നേ തലേദിവസം ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നിരുന്നു. അന്ന് ഉടമ്പടി പുതുക്കിയില്ല, പുതുക്കുന്ന ടൈം ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ തലേദിവസം ഇവിടെ വന്നു. എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും എല്ലാ സർട്ടിഫിക്കറ്റും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് ദൈവമേ അതൊന്നും അവിടെ കാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇവിടെ വന്ന് കരഞ്ഞ് അവിടെ ആൾക്കാരുടെ ഫ്രണ്ടിലൊക്കെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആ സർട്ടിഫിക്കറ്റിനോടാണ് ഞാൻ വിസയ്ക്ക് വെക്കാൻ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം ഓക്കെ എന്നൊക്കെ അവർ പറഞ്ഞു. എന്നിട്ട് കൊടുത്തു. ഫെബ്രുവരി 14-ന് എനിക്ക് എൻ്റെ വിസ കയ്യിൽ കിട്ടി. മാർച്ച് 15-ന് മാർച്ച് 15 തൊട്ട് എനിക്ക് പോകാൻ ഉള്ള ഇതുണ്ടായിരുന്നു. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് പോകുന്നതുള്ളതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് ഡേറ്റ് എല്ലാവർക്കും കൂടെ ഒരുമിച്ചായിരിക്കും എടുത്തത്. അതുകൊണ്ട് ഏപ്രിൽ 4-നാണ് ഞാൻ ജർമ്മനിക്ക് പോകുന്നത്. പരിശുദ്ധ അമ്മയില്ലെങ്കിൽ ഞാൻ ഇവിടം വരെ എത്തത്തില്ല. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നത്. ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നൊന്നും ഇല്ലായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കറക്റ്റ് 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും എനിക്കിങ്ങനെ കുരിശിൻ്റെ വഴി എല്ലാനുള്ള ഭയങ്കര ത്വരയായിരുന്നു. എന്നിട്ട് ഞാൻ 3 മണിയാകുമ്പോഴത്തേനും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഉച്ച കഴിഞ്ഞിട്ട് എന്നിട്ട് കുരിശിൻ്റെ വഴി മെഴുകുതിരിയൊക്കെ കത്തിച്ച് നിന്ന് ആദ്യമൊക്കെ മുട്ട നിൽക്കാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ എങ്കിലും പതുക്കെ ഫുൾ മുട്ട നിന്ന് ചെല്ലാൻ പറ്റുന്ന രീതിയിലായി. പിന്നെ പ്രവർത്തനമായിട്ട് ഞാൻ യൂട്യൂബിൽ ധ്യാനം കൂടും. പിന്നെ ഡെയിലി ബ്രെഡ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അത് കൂടുന്നുണ്ട്. അതിങ്ങനെ സ്റ്റാറ്റസ് വയ്ക്കും, അയച്ചു കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പത്രം കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ എക്സാം എഴുതാൻ പോയപ്പോഴൊക്കെ മലയാള പത്രം മേടിച്ചുകൊണ്ട് പോയി. പക്ഷെ ഇന്ന് ഞാൻ ജർമ്മനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജർമ്മൻ പത്രം മേടിച്ചിട്ടുണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ വഴി ഈശോ തന്ന അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു. ഞാൻ തലശ്ശേരി അതിരൂപതയിൽപ്പെട്ട കരുണാമയൻ ഈശോ ദേവാലയമായ ആനപ്പന്തി ഇടവകയിൽ നിന്നും വരുന്നു. എനിക്ക് 3 മക്കളാണ്. ഇത് ക്രിസ്റ്റീന, ഇത് അലീന, അത് ക്രിസ്റ്റീനയുടെ ഹസ്ബൻഡ് ഷിജു, ഇളയ മകൾ ജർമ്മനിയിൽ. ഞാനിവിടെ 2019-ലാണ് ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. ഈ മകൻ വണ്ടി ഓടിക്കുന്നതാണ്. അവൻ്റെ വണ്ടിക്കകത്തൊരു പത്രം കണ്ടു. ആ പത്രത്തിലാണ് ആദ്യമായിട്ട് ഉടമ്പടിയെക്കുറിച്ചൊക്കെ കാണാനൊക്കെ സാധിച്ചത്. അന്ന് തൊട്ട് കൃപാസനത്തിൽ വരണമെന്നും ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. 2023 ജൂൺ 13-ാം തീയതിയാണ് ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തത് തന്നെ 6 നിയോഗങ്ങളിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി. 90 ദിവസത്തിനുള്ളിൽ ഈ മകന് കിഡ്നി സ്റ്റോണിൻ്റെ വളരെ ക്രിട്ടിക്കലായ ഒരു അസുഖം വന്നു. ആദ്യം പോയി 6 മാസത്തിനുള്ളിൽ ഞങ്ങളൊന്ന് വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ 10 വർഷമായി. ഈ 10 വർഷത്തിൻ്റെ ഇടയിൽ ആദ്യത്തെ 6 മാസം തന്നെ ഇവന് കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നം വന്നു. അത് കൊണ്ടുപോയിട്ട് അന്നേരം തന്നെ ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞു. വീണ്ടും 6 മാസമായപ്പോൾ വീണ്ടും വന്നു. പിന്നെ അവർ പറഞ്ഞു 14 mm 15 mm ഇങ്ങനെ 2 എണ്ണം ഉണ്ട്, എന്തായാലും വീണ്ടും ചെയ്യണമെന്ന് പറഞ്ഞു. ആദ്യത്തെ വിഷമം കൊണ്ട് ഇവൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല, എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പേടിക്കണ്ട, പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം കൊടുത്ത് പ്രാർത്ഥിച്ചു. അന്ന് അവന് നെടുമ്പാശ്ശേരിക്ക് ഒരു ഓട്ടം പോകേണ്ട ദിവസമായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു വേദന കാരണം ഇവന് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ തന്നെ പറഞ്ഞു ഒരു തുള്ളി ഉടമ്പടി തൈലം എൻ്റെ വായിലൊഴിച്ചു കൊടുത്തു. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരു 3-4 ദിവസത്തേക്ക് അവന് യൂറിൻ പോകാതെയായി. യൂറിൻ പോകാതെയപ്പം വീണ്ടും ദൈവമേ ഇനി എന്ത് ചെയ്യും, പോകുന്നില്ലല്ലോ എന്നോർത്ത് പ്രാർത്ഥിച്ച് വീണ്ടും ഉടമ്പടി തൈലം കൊടുത്തു. ഒരു 11-ാമത്തെ ദിവസം ആ യൂറിൻ്റെ തടസ്സം മാറി, ആ കല്ല് പോവുകയും ചെയ്തു. പിന്നീട് ഇപ്പോൾ ഒരു 6-7 വർഷമായി ഇതുവരെ അവന് കിഡ്നി സ്റ്റോണിൻ്റെ അസുഖം വന്നിട്ടേ ഇല്ല. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൊണ്ട് നന്ദി പറയുന്നു. പിന്നെ ഇത് 2ാമത്തെ മകള്, ഇവളുടെ കയ്യിൽ +2 പഠിക്കുന്ന സമയം തൊട്ട് ഇവളുടെ കയ്യിലും കാലിലും അരിമ്പാറകൾ ഒരുപാട് 41 എണ്ണം ഉണ്ടായിരുന്നു.
മൂന്നാല് ആശുപത്രി കൊണ്ട് കാണിച്ചപ്പോഴെല്ലാം അവർ പറഞ്ഞു ഇത് കരിച്ച് കളയണമെന്ന് പറഞ്ഞു. ഒരെണ്ണത്തിന് തന്നെ 1000 രൂപ അവർ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞു നീ ഉടമ്പടി തൈലം ഇട്ടാൽ മതി, നീ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കത് മാറുമെന്ന് പറഞ്ഞു. 21 ദിവസത്തോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടൊക്കെ മാറിയില്ല. ഇവൾ കോഴിക്കോട് വർക്കിന് പോയിട്ട് ഇവളൊരു ദിവസം ഞാൻ ഈ അരിമ്പാറ പോകുന്നതിൻ്റെ ഒരു സാക്ഷി ഇട്ട് കൊടുത്തു. ഈ സാക്ഷ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഇവളുടെ കയ്യിൽ ഞാൻ ഇച്ചിരി ഉടമ്പടി തൈലം കൊടുത്തു വിട്ടായിരുന്നു. ഇവൾ അന്ന് രാത്രിക്ക് ഇവൾ കയ്യിലും കാലിലും എല്ലാം ഇട്ടും പിന്നെ അവൾ മറന്നുപോയി എന്നാണ് പറഞ്ഞത്. ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം ഈ കയ്യിലൊന്നുമില്ല. ഞാൻ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ ശരിക്കും കാണാം ഒരുപാടുണ്ട്. ഇപ്പം അത് മാറി, കയ്യിലും കാലിലും ഒന്നുമില്ല, എല്ലാം പൂർണ്ണമായിട്ട് മാറി. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ ഇവർക്ക് എൻ്റെ മൂത്ത മകൾ ക്രിസ്റ്റീന 7 വർഷമായിട്ട് വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഒന്നും സാധിക്കുന്നില്ലായിരുന്നു. അതിൻ്റെ കാര്യം അവൾ പറയും. അതിൻ്റെ കൂടെ തന്നെ ഈ അലീനയ്ക്കും വിദേശത്ത് പോകാൻ വേണ്ടി 2-3 വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് എൻ്റെ ഇളയ മകൾ ജർമ്മനിയിലാണ്. അവളുടെ ഒപ്പം ഇവരും പോകണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ 3 വർഷമായിട്ട് ഒന്നും ആകാതെ എന്തായാലും ജർമ്മൻ ഭാഷ പഠിക്കണമെന്ന് പറഞ്ഞു. ജർമ്മൻ ഭാഷ പഠിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് ഒരു ദിവസം ഇങ്ങനെ വെറുതെ മനോരമ പത്രം നോക്കുമ്പോൾ അതിനകത്ത് ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ എന്ന് പറഞ്ഞ് കണ്ടു. അത് ഡിഗ്രിക്കാർക്കും PG കാർക്കൊക്കെ പോകാൻ പറ്റും. പിന്നെ ഭാഷയെക്കുറിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല, എങ്ങാനും പഠിച്ചാൽ മതി എന്ന് അവർ പറഞ്ഞു. അങ്ങനെ അവർ വിളിച്ച് പറഞ്ഞ് കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു 12 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇടണമെന്ന് പറഞ്ഞു, ബ്ലോക്ക് എമൗണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അത്രയും പൈസ കൊടുക്കാൻ ഞങ്ങൾക്കില്ല. പിന്നെ പരിശുദ്ധമ്മയോട് ഒരുപാട് പ്രാർത്ഥിച്ച് ഞാൻ പത്രമൊക്കെ കൊടുത്ത് ഓരോ ആൾക്കാരോട് ഇങ്ങനെ ചോദിച്ചു. അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഇല്ലയെന്ന് പറഞ്ഞവർ പോലും ഇങ്ങോട്ട് തന്ന് 1 മാസം കൊണ്ട് 2 പേർക്കും ഉള്ള 30 ലക്ഷം രൂപയായി. പിന്നെ വിസ സബ്മിഷൻ 3-ാം തീയതി നടന്നു, 13-ന് വിസ വന്നു. ഈ മാസം 30-ാം തീയതി ഇവർ പോവുകയാണ്. ഇതിൻ്റെ ബാക്കി കാര്യം ക്രിസ്റ്റീന പറയും. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 11/7/2023 ഞാൻ 2019 തൊട്ട് ഓരോ കൺട്രിയിലേക്ക് പോകാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, വിദേശത്ത് പോകണമെന്ന്. അങ്ങനെ ഓരോ കൺട്രികളിൽ കൊടുത്തിട്ട് എല്ലാം റിജക്റ്റ് ആയിപ്പോയി. അത് എൻ്റെ ഒരു എടുത്തുചാട്ടമായിരുന്നു. ഞാൻ ദൈവത്തോടൊന്നും ചോദിക്കാതെ പെട്ടെന്ന് കിട്ടുന്ന സ്ഥലത്തെല്ലാം കൊടുക്കും. അങ്ങനെ ഒരുപാട് പൈസ നഷ്ടമായി. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യത്തെ പ്രാവശ്യമൊന്നും ആയില്ല. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ ധ്യാനമൊക്കെ കേട്ട് നമ്മൾ ദൈവത്തോട് ആദ്യം അനുവാദം ചോദിക്കണമെന്ന് മനസ്സിലായി. ഞാൻ എന്നിട്ട് 3-ാമത്തെ ഉടമ്പടി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ജർമ്മനി പോകാൻ വലിയ ആഗ്രഹമുണ്ട്, മാതാവ് എനിക്ക് സാധിച്ചു തരണം. അങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു ദിവസം അമ്മ പറഞ്ഞു ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയുണ്ട്, പത്രത്തിൽ വന്നിട്ടുണ്ട്, നീ അത് കൊടുക്ക്, നമുക്ക് എങ്ങനെയും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഈ മാസം 30-ന് എനിക്ക് അവിടെ പോകാൻ സാധിച്ചു. വിസ അടിച്ചു വന്നിട്ടുണ്ട്. ഇതിന് ഒരുപാട് നന്ദി ഞാൻ മാതാവിനോട് പറയുന്നു. പിന്നെ ഒരു ദിവസം കഴിഞ്ഞ പ്രാവശ്യം 2-ാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി സ്വപ്നത്തിൽ കണ്ടു ഈ പ്രാർത്ഥന, പ്രത്യക്ഷണ പ്രാർത്ഥനയാണത്. ഇത് ഞാൻ കൃപാസനത്തിന് മുമ്പിൽ നിന്ന് കൊടുക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ അന്നേരം തന്നെ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ മക്കൾക്ക് ജോലി കിട്ടി ആദ്യത്തെ സാലറിയിൽ ഞാൻ ഇവിടെ വന്ന് കൊടുത്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ എത്രയായിട്ടും ജോലിയൊന്നും ആകുന്നില്ല. എന്നാലും ഞാൻ എൻ്റെ സ്വപ്നം കണ്ടതാണല്ലോ എന്നോർത്ത് ഞാനത് അടിച്ച് ഇതുപോലത്തെ കൃപാസനത്തിന് മുമ്പിൽ ഞാൻ അവിടെ വന്നവർക്കെല്ലാം കുറേ പേർക്ക് കൊടുത്തു. പിന്നെ ഇനി വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഈ ആൾത്താരിൽ കയറുന്ന എനിക്ക് സാക്ഷ്യം പറയാനുള്ള കൃപ അമ്മ തരണം. എൻ്റെ 2 മക്കളുടെ വിസ അടിച്ച പാസ്പോർട്ടുമായിട്ട് ഞാനിവിടെ വന്ന് നിന്ന് അമ്മയെ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഇതാണ് എൻ്റെ അലീന മോളുടെ വിസ. അത് ക്രിസ്റ്റീനയുടെ വിസ അടിച്ചു വന്നിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ പത്രങ്ങളെല്ലാം സാധാരണ ചൊവ്വാഴ്ച ദിവസമാണ് അച്ഛൻ്റെ ധ്യാനം ഉള്ളത്. ഞാൻ ബുധനാഴ്ച ദിവസം രാവിലെ എണീറ്റ് ജപമാല ചൊല്ലി പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലി ഡെയിലി ബ്രെഡും കേട്ടതിന് ശേഷം കുർബാനയ്ക്കും പോയിന് വന്നതിന് ശേഷമാണ് അച്ഛൻ്റെ ധ്യാനം കൂടുന്നത്. അച്ഛൻ്റെ ധ്യാനത്തിലൂടെ ഒരുപാട് അനുഗ്രഹം കൃപകളും കിട്ടുന്നുണ്ട്. എല്ലാവരും ഇവിടെ പരിശുദ്ധ അമ്മയുടെ തിരുമുമ്പിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ എന്നാണെങ്കിലും അത് സാധിച്ചു തരും എന്ന് ഉറപ്പുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളും കൃപ എല്ലാം സാധിച്ചു തരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്മച്ചീനെ ഇടയ്ക്ക് പോയി നോക്കി, അവരുടെ വീട്ടിലെല്ലാം ആ അമ്മച്ചിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുമായിരുന്നു. പിന്നെ മാതൃവേദി വകയായിട്ട് ഇങ്ങനെ ഓരോ
അനാഥാലയങ്ങളിലൊക്കെ പോയി അവിടെ ക്ലീനിങ്ങും ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ യൂട്യൂബിലൊക്കെ വരുന്ന ഇത് കാണാൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളവർക്ക് റീചാർജ് ചെയ്ത് കൊടുത്ത് അവർക്ക് ഞാൻ ഈ യൂട്യൂബിൽ വരുന്ന ഇതെല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്, സാക്ഷ്യങ്ങൾ അതുപോലെ. പിന്നെ ഇപ്പോഴത്തെ ഡെയിലി ബ്രെഡ് എല്ലാം ഞാൻ അയച്ചു കൊടുത്തവരെല്ലാം വീണ്ടും അയക്കാതെ താമസം വരുമ്പോഴത്തേക്കും അവർ പറയും എന്താ അയച്ചു തരാത്തതെന്ന് ചോദിക്കും. വീണ്ടും ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഭക്ഷണത്തിനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവരെ അവരെ മനസ്സിലാക്കി അവരെ സഹായിക്കുന്നുമുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു.